അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കപ്പയും നല്ല കാന്താരി തേങ്ങ ചട്നിയും ആയിട്ടാണ്. അപ്പം നമ്മൾ കപ്പ ചെയ്ത് ഇടം മുറിച്ച് കഴുകിയിട്ടെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കപ്പയെല്ലാം വേവുമ്പോൾ നമുക്ക് ചമ്മന്തി ആക്കാം. അതിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 വെളുത്തുള്ളിയും കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കാന്താരിയിൽ ഇട്ടുകൊണ്ട്. അപ്പോൾ കിഴങ്ങിതയുടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ കപ്പയിലയുടെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കപ്പയിലൊക്കെ ഒന്ന് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ വറ്റൽമുളകും കറുത്തിലും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളെ കപ്പയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ കാന്താരി ചട്നിയും കപ്പയുടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.